മക്കളെ, നടന്ന് കോയമ്പത്തൂരൊക്കെ എന്തൊരു വെയിലാണെന്നോ, സഹിക്കാൻ പറ്റാത്ത വെയിലാണ് സംഭവം. ഈ 2-3 ഷോപ്പിലൊക്കെ പോകാണ്ട്, അവന്മാർ ഓൾറെഡി പോയി കിടക്കും. ഞാൻ അങ്ങോട്ടേക്ക് പോവാണ്. വെയിലെന്ന് പറഞ്ഞാൽ അൺസഹിക്കബിളാണ്. ഇവന്മാരാണെങ്കിൽ ഓട്ടോയ്ക്കെല്ലാം പോകണമെങ്കിൽ ഇവന്മാർ കത്തിയാണ്, കത്തി അറക്കവാളെന്ന് പറയില്ലേ. നടന്ന് നോക്കട്ടെ. സംഭവം മുകളിലേക്ക് നോക്കി പിടിക്കാത്തത് ഭയങ്കര വെയിലാട്ടാ, അതുകൊണ്ടാണ്. 2-3 സ്ഥലത്ത് കയറി വീഡിയോ എടുക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. തൊട്ടുപുറകെ തമിഴ് തരുണിമണികൾ ഒരുപാട് പേരുണ്ട്, ഇങ്ങനെ ഉണ്ട് കേട്ടോ, ഒരുപാട് പേരുണ്ട്. അപ്പോൾ എവിടെ നോക്കിയാലും വരും. നമ്മുടെ നാട്ടിലിപ്പം പിള്ളേരെ പോലെ ജാടയൊന്നുമില്ല കേട്ടോ ഇവർക്ക്. ഇവർ നോക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെ ചമ്പലൊന്നിന് ഞാൻ തന്നെ പോകാൻ പറ്റും. അയ്യോ, എന്നാലും കൊള്ളാം. ഇവിടെ ട്രാഫിക്കിനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തോന്നുന്ന പോലെയാണ്. കുറേ സിഗ്നൽ ഉണ്ട് ഇവിടെ. ആവശ്യമുള്ള സ്ഥലത്തൊന്നും സിഗ്നലോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എനിക്ക് അപ്പുറ സൈഡിലേക്കാണ് പോകേണ്ടത്. നടന്ന് എൻ്റെ ഉപ്പാടിളകി. ഞങ്ങൾ 4 പേരിൽ ഇപ്പം ഞാനൊറ്റയ്ക്കും അമ്മമാർ ഒരാൾ എവിടെയോ പോയി, ബാക്കി 2 പേര് വേറൊരു വഴിക്ക് പോയേക്കാണ്. അപ്പോൾ ഞാൻ കട കണ്ടുപിടിച്ചിട്ട് വേണം അമ്മമാരെ വിളിക്കാൻ. അപ്പോൾ അമ്മമാരങ്ങോട്ട് വരും. അപ്പോൾ നടക്കുകയാണ്. നമുക്ക് നമ്മുടെ നാടെന്നൊക്കെ പറയുമ്പോൾ സ്വർഗ്ഗമാണെന്ന് മനസ്സിലാകുന്നപ്പോഴാണോ? നമ്മുടെ നാട്ടിൽ നിൽക്കുമ്പോഴല്ല, നമ്മൾ വേറൊരു സ്ഥലത്ത് പോകണം. അപ്പോഴാണ് നമുക്ക് നമ്മുടെ നാട് സ്വർഗ്ഗമാണെന്ന് മനസ്സിലാവുള്ളൂ. എനിക്ക് നല്ല രീതിക്ക് മനസ്സിലായി കേട്ടോ. അതായത് എല്ലാം കൊണ്ടും. പിന്നെ എല്ലാ നാട്ടിലും പോയി എല്ലാ നാട്ടിലെയും കൾച്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണമല്ലോ. ഇനി എൻ്റെ അടുത്ത ആഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൾഫിൽ പോയി തിരിച്ച് വന്നിട്ട് ലീവിന് വരുമ്പോൾ ഇനി ഓൾ ഇന്ത്യ അടിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതുവരെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്കിങ്ങനെ കൊണ്ടു നടക്കാനൊക്കെ പറ്റും. അപ്പോൾ കോയമ്പത്തൂർ ടൗണിൽ കൂടെ തെണ്ടുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ തെണ്ടുകളെ കൂട്ടി വന്ന് തെണ്ടുകയാണ്. അവർ മുന്നിൽ പോകുന്നുണ്ട് കേട്ടോ. അമ്മമാർക്ക് വീഡിയോയിൽ വരാൻ താല്പര്യമില്ല. ഒരു കഷ്ണം പോലും എടുത്തിടാമല്ല, കാരണം 2 പേർ വീട്ടിലറിയത്തില്ല എന്ന് പറഞ്ഞത്. അത് കുഴപ്പമില്ല, ഞാൻ വൈകാതെ ഞാൻ അറിയിച്ചോളൂ. അപ്പോൾ എന്താ പറയണ്ടേ, കാണുമ്പോഴേ അറിയില്ല, നടന്ന് കുഴഞ്ഞ് അടുത്ത് എന്താ പറയുക, ഒന്നും പറയാനില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു തരാം, എനിക്ക് വയ്യ. ഇവിടെ പോയാലേ വേറെ സ്ഥലത്ത് പോകുമ്പോൾ നമ്മുടെ നാട്ടിലെ വണ്ടി KSRTC കാണുമ്പോൾ നമ്മുടെ മനസ്സിന് സന്തോഷമായിരിക്കും അല്ലേ? അതുപോലെ സന്തോഷം എനിക്കും. ഇത്ര KSRTC നിരത്തിയിട്ടേക്കുന്നത് കൊള്ളാമല്ലേ? ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞ കേട്ടോ. പിന്നെ ആൾക്കാരാണ്, ഒരു രക്ഷയില്ലാത്ത ആൾക്കാരാണ്. എൻ്റെ പൊന്നെ മടുത്ത് കേട്ടോ, ഒരു രക്ഷയില്ലാതെ മടുത്ത് കൊണ്ടാറുടങ്ങി ആൾക്കാർ ഒരുപാടാണ്. കാണിച്ചു തരാം. ഇങ്ങനെ ഫുള്ള് വഴിയോര കച്ചവടവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരിങ്ങനെ ഉണ്ട്. ഇതിൽ തമിഴ്നാട്ടിൽ വന്ന് ഒരു ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര തിരക്ക് പിടിച്ചൊരു സ്ഥലവും തിരക്കുള്ള കുറേ മനുഷ്യന്മാരും, എല്ലാവർക്കും തിരക്കാം. നമ്മുടെ നാട്ടിൽ പോലെ തന്നെ, എല്ലാ നാട്ടിലും കണക്ക് തന്നെയല്ലേ. പൊറോട്ട കഴിക്കാൻ നോക്കിയതാണ്. അതിൻ്റെ കൂടെ സള്ളാസ് കിട്ടി, എന്തോ ഗ്രേവി കിട്ടി, ഗോബി മഞ്ചൂരി. സംഭവം കൊള്ളാമല്ലോ. എന്നാലും കഴിച്ചിട്ട് വരാം, എങ്ങനെയാണെന്ന് നോക്കട്ടെ. ഒരു കോഫി കൂടെ കുടിക്കാമെന്ന് വിചാരിച്ചു. ഈ സാധനം ഒരു രസമില്ല. ഗോബി മഞ്ചൂരി, പൊറോട്ട നമ്മുടെ പൊറോട്ട പോലെ ഭയങ്കര ഹാർഡാണ്. സള്ളാസ് ഒന്ന് വന്നു, അച്ചാറും കൂടെ തരായിരുന്നല്ലേ. ഗ്രേവി ഉള്ളായിരുന്നു കേട്ടോ. ചായ കുടിക്കട്ടെ. അപ്പോൾ കോയമ്പത്തൂർ വീട് ഇത്രയേ ഉള്ളൂ എന്ന് വെച്ചാൽ 2-3 സ്ഥലത്ത് പോകുന്ന, അതായത് മോട്ടറോ അത് എടുക്കാൻ പോകുന്ന വലിയൊരു സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടായി. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. പക്ഷെ ആ വീഡിയോയ്ക്കകത്ത് കോപ്പറേറ്റ് കിട്ടാൻ ഞാൻ നോക്കാം. കുറേ പാട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് നോക്കിയിട്ട് അപ്ലോഡ് ചെയ്യാം. കോയമ്പത്തൂർ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. എൻ്റെ ഇൻട്രോ അല്ല ഔട്ട്രോ ഞാൻ നാട്ടിലെത്തിയിട്ട് ബാക്കിയിടാം കേട്ടോ. സംഭവം ഭയങ്കര സൗണ്ടാണ്. ഇതാണ് ഗാന്ധിപുരം ടൗണിൻ്റെ നൈറ്റ് വ്യൂ.
കൊള്ളാം. പിന്നെ ഉണ്ടല്ലോ നമ്മുടെ വൈറ്റിലയിൽ അത്രയും കൊതുകൊന്നും ഇവിടെ ഇല്ല കേട്ടോ. അതായത് ഇവിടുത്തെ ബസ് സ്റ്റാൻഡൊക്കെ പക്ക നീറ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വൈറ്റിലയിലൊക്കെ കൊതിയും വന്നിട്ട് കൊതുക് ഇവിടെ 1-2 കൊതുക് കടിച്ചല്ലാണ്ട്. ഇനി ഞാൻ കേരളത്തിലായതുകൊണ്ട് എന്നെ കടിക്കാതെ വിട്ടാണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. എന്താണേലും കൊതുക് വൈറ്റിലയിലൊക്കെ അപേക്ഷിച്ച് ഇവിടെ തീരെ കുറവാണ്. വൈറ്റിലയിലെ കൊതുകൊക്കെ നമ്മളൊരു 5 മിനിറ്റ് നമ്മൾ എടുത്തുകൊണ്ട് പോകും, അത്രയ്ക്കുണ്ട്. അപ്പോൾ എൻ്റെ വണ്ടി അവിടെ കിടപ്പുണ്ട്, ഞാൻ വണ്ടിയിലേക്ക് കയറാൻ വേണ്ടി പോവാടാ. ബസ്സിൽ കയറിയിട്ടാ. അപ്പോൾ ഞാൻ കോയമ്പത്തൂർ പോയിട്ട് ഇന്ന് വെളുപ്പിനാണ് വന്നത്. നമ്മൾ ഔട്ടർ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇരുട്ടൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ വീഡിയോ ഒന്നും എടുക്കാനുള്ള ഒരു സാഹചര്യം എനിക്ക് കിട്ടിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പോൾ വീഡിയോ കുഴപ്പമില്ലാത്ത രീതിയിൽ കുറേ വീഡിയോ എടുത്തിട്ടുണ്ട്. വീഡിയോ നോക്കിയിട്ട് അപ്ലോഡ് ചെയ്യണം. അതിനിടയ്ക്ക് കുറേ പാട്ടൊക്കെ ഉണ്ട്, അപ്പോൾ അത് കോപ്പറേറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യും. പിന്നെ പോയിട്ട് മടുപ്പാണ്. നമുക്ക് നമ്മുടെ നാട് പോലെയല്ലല്ലോ വേറെ സ്ഥലത്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്താണെങ്കിലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ കുറേ ആൾക്കാർ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു, നല്ല സംസാരമൊക്കെ ആയിരുന്നു. അതായത് കണ്ടക്ടർ ചേട്ടന്മാരൊക്കെ ഭയങ്കര കമ്പനിയാണ് കേട്ടോ. ഞാൻ ഫോണ് ചാർജ് ഇല്ലായിട്ട് ഞാൻ സ്റ്റാൻഡിൽ കുത്തിയിടാൻ പോയിട്ടുണ്ടായിരുന്നു. അന്നേരം ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്ന സമയത്ത് കുറേ പേരെ പരിചയപ്പെട്ടു. അപ്പോൾ നമ്മുടെ നാട്ടിനെ പറ്റിയൊക്കെ ചോദിക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. നമ്മളെപ്പറ്റി മലയാളീസിനെ എസ്പെഷ്യലി നല്ല രീതിക്ക് അറിയാൻ ശ്രമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ പറ്റിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കുറേ പേര് പറ്റിച്ചിട്ടുണ്ടായിരുന്നു. ഓട്ടോക്കാർ 2 പേര് പറ്റിച്ചു. അന്ന് പോയ ദിവസം ഇന്നലെയും പറ്റിച്ചു. പിന്നെ ഊബറിലൊക്കെ കറക്റ്റ് പൈസ ആണ് എല്ലായിടത്തും കൊടുക്കുക. ഇവിടെ അവർക്ക് എക്സ്ട്രാ പൈസ കൊടുക്കണം. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ ഇതായിരിക്കും, എനിക്ക് കറക്റ്റ് അറിയത്തില്ല അതിനെപ്പറ്റി. എന്തായാലും കുഴപ്പമില്ല. പിന്നെ നമ്മുടെ വൈറ്റിലയിൽ അത്രയും കൊതുക് എന്തായാലും അവിടെ കോയമ്പത്തൂർ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിലായിരുന്നു കേട്ടോ. കാരണം വൈറ്റിലയിൽ കൊതുക് 2 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എടുത്തുകൊണ്ട് പോകും, അത്രയ്ക്ക് കൊതുകാണ് വൈറ്റിലയിൽ. ഇവിടെ പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, കൊതുക്കോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. പക്ക നീറ്റായിരുന്നു എല്ലാ കാര്യങ്ങളും. കാണുമ്പോൾ ഒരു വൃത്തിയില്ലാത്ത പോലെയൊക്കെ തോന്നും, പക്ഷേ അത്ര വലിയ ബോറൊന്നുമില്ലായിരുന്നു കേട്ടോ. പിന്നെ 2-3 സ്ഥലത്ത് പോയതിന് വീഡിയോ ഉണ്ട്, അത് എഡിറ്റ് ചെയ്യണം. ഇതിപ്പോൾ ലാസ്റ്റ് ഞാൻ നോക്കുമ്പോൾ ഔട്ടർ എടുത്തിട്ടില്ല. അപ്പം ഈ ഒരു വീഡിയോയ്ക്ക് ഔട്ടർ എടുക്കാൻ വേണ്ടിയിട്ടാണ് രാവിലെ ഇരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പുറകെ ഇന്ന് ഒരു സിനിമയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പം അതിൻ്റെയും കൂടെ വീഡിയോ ഉണ്ടാവും കൂടെ. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും. അല്ല, ഇന്നലത്തെ കോയമ്പത്തൂർ വീഡിയോൻ്റെ ഔട്ട്ഡോർ ആയിട്ട് വീഡിയോ, വേറെ ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. കോയമ്പത്തൂർ വീഡിയോ കുറച്ചുണ്ട്, 2-3 വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് കുറച്ച് സ്ഥലത്ത് പോകുന്നത്, അതായത് നമ്മളെ ഇങ്ങോട്ടേക്ക് കുറേ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയാണ് ഫ്രണ്ടിനോട് പോയത്. അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങിയതും അവിടുത്തെ വിലയും കാര്യങ്ങളും നാട്ടിലെ തമ്മിൽ ഒരുപാട് മാറ്റമുണ്ട് കേട്ടോ. സെയിം കമ്പനിയിൽ ഒരുപാട് മാറ്റമുണ്ട് പ്രൈസൊക്കെയും കാര്യങ്ങളൊക്കെ. അതൊക്കെ കറക്റ്റ് നോക്കിയിട്ട് ഞാൻ ഇടാം. എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല, എഡിറ്റ് ചെയ്തിട്ട് ഇടാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ കാണാം. ഓക്കെ, ബൈ ബൈ.